ഗൾഫ് നാടുകളിൽ മരുഭൂമിയിൽ മാത്രം കഴിച്ചുകിടക്കുന്ന ഈന്തപ്പഴങ്ങൾ ഇനി കോഴിക്കോട്ടുകാർക്കും കാണാം. കോഴിക്കോട് ജില്ലയിലെ തോട്ടുമുക്കം ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് നാടിന് അത്ഭുതമായി ഒരു ഈന്തപ്പന നിറയെ കുലകുലയായി കാരയ്ക്കകൾ വിളഞ്ഞു നിൽക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറെ അപൂർവമായി കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും ഈന്തപ്പഴ കൃഷിക്ക് അത്ര അനുയോജ്യമല്ല എന്നതാണ് പൊതുവെ പറയാറ്. എന്നാൽ ആ ധാരണകളെ മുഴുവൻ തിരുത്തിക്കുറിക്കുകയാണ് തോട്ടുമുക്കം ജുമാ മസ്ജിദ് മുറ്റത്തെ ഈ ഈന്തപ്പന. പ്രവാസലോകത്തെ ചൂടുള്ള കാലാവസ്ഥയിൽ മാത്രം സാധാരണയായി കാണാറുള്ള ഈ മധുരപ്പഴം ഇപ്പോൾ മലയോര മേഖലയായ തോട്ടുമുക്കത്തെ പള്ളി അങ്കണത്തിലും സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നു. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഈന്തപ്പനകൾ വളരാറുണ്ടെങ്കിലും അവയിങ്ങനെ സമൃദ്ധമായി കായ്ക്കുന്നത് അപൂർവമാണ്. തോട്ടുമുക്കത്തെ ഈ കാർഷിക അത്ഭുതം പ്രകൃതിയുടെ ഒരു മനോഹര സമ്മാനമായി കാണുന്നു നാട്ടുകാർ. പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ പള്ളിയും അതിന്റെ മുറ്റമൊന്ന് മോടി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തകർ ഇവിടെ 4 ഈത്തപ്പഴ പന നടുകയും ആ ഈത്തപ്പന ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചു. അത് വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾക്കൊക്കെ നൽകുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങ് അറേബ്യയിലും മറ്റൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു ഈത്തപ്പന ഇവിടെ കുലച്ച് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്നല്ല ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്ക് വലിയ കൗതുകവും കാര്യങ്ങളൊക്കെ ആയി. ഇന്ന് ഇത് കാണാൻ വേണ്ടിയിട്ടും മറ്റുമൊക്കെ യാത്രക്കാരും മറ്റൊക്കെ ഇവിടെ പള്ളിയിൽ വന്നു പോകുമ്പോൾ അവിടെ വന്ന് ഫോട്ടോക്ക് ഷോപ്പ് ചെയ്തിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൗതുകത്തിനപ്പുറം മികച്ച ആരോഗ്യ ഗുണമുള്ള ഒരു ഔഷധം കൂടിയാണ് ഈന്തപ്പഴം അഥവാ കാരക്ക. പള്ളിയിലെത്തുന്ന വിശ്വാസികളും നാട്ടുകാരും അതീവ കൗതുകത്തോടെ ഈ കാഴ്ചയെ നോക്കിക്കാണുന്നു. പച്ചയും മഞ്ഞയുമായി കുലകുലകളായി തൂങ്ങി നിൽക്കുന്ന ഈന്തപ്പഴങ്ങൾ കാണാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ എത്തുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.